അമ്മയിൽ ഭിന്നതയില്ല എന്ന് പറഞ്ഞ് സിദ്ദിഖ് നാവെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ആ ഭിന്നത പരസ്യമാക്കിക്കൊണ്ട് അത് പ്രകടമാക്കിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കി ജഗദീഷും രംഗത്ത് വന്നത്. ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രതികരിക്കാൻ CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ, കോൺഗ്രസ് നേതാവ് നൌഷാദ് അലി എന്നിവരാണ് തത്സമയം ചേരുന്നത്. സജിത മഠത്തിൽ അടക്കമുള്ളവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ കാത്തിരുന്ന അമ്മയുടെ പ്രതികരണം കേട്ടപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നിയത്? ഞാൻ വാസ്തവത്തിൽ കാത്തിരുന്നില്ല. കാരണം അമ്മ കഴിഞ്ഞ 7 വർഷക്കാലമായി ഇത്തരം പ്രശ്നങ്ങളോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് നമുക്കറിയാം. ശ്രീ വേണുവിന് എങ്ങനെയാണ് ഇവരെയൊക്കെ കാണുമ്പോൾ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിവരെല്ലാം നല്ലപോലെ മാനിപ്പുലേറ്റേഴ്സായിട്ടും അഭിനേതാക്കളായിട്ടുമാണ് തോന്നുന്നത്. ഭംഗിയായിട്ട് അവർ സീൻ മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ്. അവർ ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയേറെ കൊള്ളരുതായ്മ നടന്നിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ നമ്മളിൽപ്പെട്ടവർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന തരത്തിൽ ഈ അമ്മയുടെ കുറേ കാലത്തെ അവരുടെ വിഷ്വൽ മുഴുവൻ എൻ്റെ മനസ്സിലേക്ക് പോടി വരുന്നുണ്ട്. അതിലെല്ലാം അവർ പറയുന്ന ആളുകൾക്കാണ് കുഴപ്പം, ഞങ്ങൾക്കിവിടെ യാതൊരു പ്രശ്നവുമില്ല, ആർക്കാണ് പ്രശ്നം എന്ന മട്ടിൽ ലഘൂകരിക്കുകയും പൊതുസമൂഹത്തിൻ്റെ പിന്തുണ മുഴുവനും WCC പോലെയുള്ള ആളുകൾക്ക് കിട്ടുമ്പോൾ, പ്രശ്നം ഉന്നയിക്കുന്ന ആളുകൾക്ക് കിട്ടുമ്പോൾ അവരും നമുക്കൊപ്പമാണ്, നമ്മളും അവർക്കൊപ്പമാണ്, നമ്മളെല്ലാം ഒരുമിച്ചാണ് എന്ന് പറയുന്ന തരത്തിലുള്ള നറേഷൻസ്, ഈ നറേഷൻസ് കൊണ്ടുവരാൻ വളരെ കഴിവുള്ള ആളുകളായതുകൊണ്ടാണല്ലോ അവർ ഈ സംഘടനയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നതും നല്ല അഭിനേതാക്കളാണെന്ന് ഞാനും നിങ്ങളും സമ്മതിക്കുന്നതും. സിനിമാ മേഖലയുടെ ഒരു പ്രത്യേകത, ആളുകളെ എവിടെ കൈയടിപ്പിക്കണമെന്ന് അറിയാവുന്ന, സിനിമ നിർമ്മിക്കാൻ അറിയാവുന്ന ആളുകളാണ് അവർ. ആളുകൾ എങ്ങനെ ചിന്തിക്കും എന്നവർക്കറിയാം, ആളുകൾക്ക് എന്താണ് ഇഷ്ടമെന്ന് അവർക്കറിയാം. ആളുകളെ തിയേറ്ററിൽ ഇരുത്തിയാൽ അവരേതൊക്കെ സ്റ്റേജിൽ കൈയടിക്കണം, ഏതൊക്കെ സ്റ്റേജിൽ കൂക്കി വിളിക്കണം, ഏതൊക്കെ സ്റ്റേജിൽ സാധാരണക്കാരായ ഒരു മനുഷ്യനെ രാജാവായി കാണണം, അല്ലെങ്കിൽ ദൈവമായി കാണണം, ബഹുമാനിക്കണം, ആരാധിക്കണം, കല്ലെറിയണം എന്നതെല്ലാം അറിയാവുന്ന സ്ക്രിപ്റ്റ് തയ്യാറാക്കി സിനിമ പിടിക്കാൻ അറിയുന്നവരാണ്, അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയെ നയിക്കുന്ന ആളുകൾക്ക് അത് ബാക്കി എല്ലാവരെക്കാളും നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ സീൻ മാനേജ് ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അമ്മയുടെ പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിൽ മനസാക്ഷിയെ വഞ്ചിക്കാൻ പറ്റാത്ത ആളുകളെല്ലാം ആ സംഘടനയോട് പ്രതിഷേധിച്ച് പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം എടുക്കുക ഹരീഷ് വാസുദേവൻ, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ഈ അമ്മയുടെ വാർത്താ സമ്മേളനം നോക്കുമ്പോൾ പ്രത്യേകിച്ച് സിദ്ദിഖിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം അത്രയും സജ്ജനായിട്ടാണ് അദ്ദേഹം ഒരുപക്ഷെ പ്രകോപിപ്പിക്കാവുന്ന ചോദ്യങ്ങൾ മുഴുവൻ അഭിമുഖീകരിച്ചത്. അത്ര തയ്യാറെടുപ്പോടെയും അത്ര അഭിനയ മികവ് പുലർത്തിയുമായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം. അതുകൊണ്ട് അത് വിടാം. പക്ഷേ അതേ സംശയത്തിന് നിഴലിൽ ജഗദീഷിനെ നിർത്തുമോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ താങ്കൾ? ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങോട്ടാണ്. ഇതിൻ്റെ ഒരു നാൾ വഴി നമ്മൾ പരിശോധിച്ചാൽ മനസാക്ഷിയോട് നീതി പുലർത്തി സംസാരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ നേരിട്ട ആളുകളെല്ലാം ഇതിനകത്ത് നിന്ന് ഓരോ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ആളാണ് ജഗദീഷ്. ഇതിനു മുമ്പ് ഈ മനസാക്ഷിയുടെ ചോദ്യം നേരിട്ട ആളുകളെല്ലാം ഈ സംഘടനയ്ക്കകത്ത് കലഹിച്ച് പലതരത്തിൽ പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ WCC കേസ് കൊടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉന്നയിച്ചിട്ടാണെങ്കിലും ICC എന്ന് പറഞ്ഞൊരു സംഗതി അതിനകത്ത് ഉണ്ടായല്ലോ. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടായി. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് പോലും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത്രയേറെ പാട്രിയാർക്കിയൽ സംവിധാനത്തിനകത്ത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു അല്പം മൂല്യബോധം ആവശ്യമാണ്. അത് ആ നിയമം അനുശാസിക്കുന്ന ഒരു മൂല്യബോധമെങ്കിലും വേണം. അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് അവർക്ക് പോലും അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം ഈ ക്ലാഷ് എപ്പോഴും ഉണ്ടാവും. മനസാക്ഷിയോടുള്ള സത്യം നീതി പുലർത്താനുള്ള ഒരു ക്ലാഷും, ഒപ്പം അപ്പുറത്തെ ഈ ശരി, താങ്കൾ ഈ പറയുന്നതെല്ലാം നാം ഇതുവരെ കണ്ട് പരിചയിച്ചിരിക്കുന്ന, ശരിയാണ്, താങ്കൾ അടക്കമുള്ളവർക്ക് ദഹിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സിദ്ദിഖിനും ജഗദീഷിനും പോലും വിയോജിപ്പില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയി നമ്മുടെ മുന്നിലുള്ളത് ഹൈക്കോടതി ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കട്ടെ എന്നാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, താങ്കൾ ഈ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. ഈ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ വിഷയത്തിൽ ഈ പറയുന്ന വിശുദ്ധ പശുക്കളെ മുഴുവൻ പിടിക്കുന്ന നിലപാടിലേക്ക് പോകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നോക്കൂ, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്.
ആ റിപ്പോർട്ടിലെ കേവലമായ ഒരു സംഗതി മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായി വന്നിരിക്കുന്നത്. അത് കോഗ്നിസബിൾ ഒഫൻസുകളെ സംബന്ധിച്ച് കേസെടുക്കണമെങ്കിൽ അതിനുള്ള ഒരു നിർദ്ദേശം DGPക്ക് കൈമാറണമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെന്ന് കോടതിക്ക് തോന്നുന്നുണ്ടോ, അതിനകത്ത് കേസെടുക്കാൻ കഴിയുമോ, അതിനകത്ത് ഇരകൾ മുമ്പോട്ട് വരാൻ തയ്യാറല്ലെങ്കിലും സർക്കാർ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണോ വേണ്ടെന്നാണോ കോടതി പറയുക. ഇത് മാത്രമേ ഉള്ളൂ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം. നിയമം തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന നിയമം സുപ്രീം കോടതി 2013 ലളിതകുമാരി കേസിൽ പറഞ്ഞ നിയമം അനുസരിച്ച് നിയമ നടപടിയുമായിട്ട് കോടതി മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം പ്രതീക്ഷാനിർഭരമായ ചോദ്യങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടായത്. പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ മുഴുവനും അവിടെ കിടക്കുകയാണ്. ഇതിലൊരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാൻ അമ്മയുണ്ടായില്ല. എൻ്റെ ചില കക്ഷികൾ ചില സാധാരണ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല, കോടതിയിൽ നിന്ന് ഒരു ഓർഡർ മേടിച്ചുകൊണ്ട് വരുമെന്ന് പറയും. നോക്കൂ, കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചാൽ നടപ്പാക്കാൻ ഇവരുടെ ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? കോടതിയിലാണ് ഈ കേസ്, അവർ പറയുന്നത് കേൾക്കാമെന്ന് പറയാൻ ഇവരുടെ ആരുടെയെങ്കിലും സമ്മതം വേണോ? ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് സർക്കാർ. ആ സർക്കാർ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തു. ഇവർ നാളെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഹൈക്കോടതി വിധി പറഞ്ഞാൽ അത് രാജ്യത്തെ നിയമമാണ്, അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ജുഡീഷ്യറിയെ പറ്റിയും സമാനമായ ആക്ഷേപങ്ങളുണ്ട്. എന്താ പറയുക, എൻഡോഴ്സ്മെന്റോ ഉദാഹരണത്തിന് അല്ല, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ജുഡീഷ്യൽ സംവിധാനങ്ങളെ പറ്റിയും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയും ഈ പറയുന്ന സ്ത്രീപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഘട്ടത്തിൽ പോലും, പ്രമാദമായ കേസുകൾ വന്ന ഘട്ടത്തിൽ പോലും വലിയ സംശയങ്ങൾക്ക് ഇടം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോടതിക്കകത്ത്. പിന്നെ ആ കേസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു ന്യായാധിപൻ തന്നെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അല്ലെ, മനുഷ്യരുണ്ടാക്കിയ ഒരു സിസ്റ്റം മാനിപ്പുലേറ്റീവ് അല്ലാത്തൊരു സിസ്റ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 4-5 വർഷക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഇപ്പോൾ ഷമ്മി തിലകൻ ഇന്ന് പറയുന്നു ഹേമ കമ്മിറ്റി ഒരു വെറും റിപ്പോർട്ട് മാത്രമല്ലേ, സുപ്രീം കോടതി പറഞ്ഞ നിയമവും പാർലമെന്റ് പാസ്സാക്കിയ പോഷ് ആക്റ്റും നടപ്പാക്കാത്ത സർക്കാരിൻ്റെ അടുത്തു നിന്നാണോ നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ട്. ജുഡീഷ്യറിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ലേ, കള്ളത്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എന്തെല്ലാം ഓർഡറുകൾ എവിടെല്ലാം കോടതികളിൽ നിന്ന് മേടിക്കും നീതിയിലേക്ക് എത്തുന്നു. ഇതൊന്നും ഈ ചെറിയ മത്സ്യങ്ങളല്ല. ഇപ്പോൾ താങ്കൾ തന്നെ ഇന്ന് പ്രതികരിക്കുകയുണ്ടായല്ലോ, ഈ സാംസ്കാരിക വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ കാണിച്ച അവസാന മണിക്കൂറിലെ കള്ളക്കളിയെന്ന്. അത് ആ ഉദ്യോഗസ്ഥ സംവിധാനമായിരിക്കില്ല നടത്തിയത് എന്നതും സുവ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിച്ച്, ഇങ്ങനെ നിരന്തരമായി അട്ടിമറിച്ച് ഈ സർക്കാർ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഇനി ഇതിലെ തുടർ നടപടികൾ സാധ്യമാവുക? ഈ സർക്കാരിന് മാത്രമാണോ ഇവരൊക്കെ വലിയ മത്സ്യങ്ങളാണെന്ന് തോന്നുക? അതിന് മീതേക്ക് നാം പ്രതീക്ഷ അർപ്പിക്കുന്ന സംവിധാനങ്ങളിലും ഇവരുടെ സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, എനിക്ക് അത്തരം ഏതെങ്കിലും ഒരു പ്രതിക്ക് സ്വാധീനിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ജുഡീഷ്യറി എന്നെനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല. അറ്റ്ലീസ്റ്റ് കേരള ഹൈക്കോടതിയെ പറ്റിയെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ ഈ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് മറ്റൊരു സിസ്റ്റമുണ്ട്. ജുഡീഷ്യറിയിൽ എങ്ങനെയാണ് മാനിപ്പുലേഷൻ സംഭവിക്കുന്നത്? ഇപ്പോൾ വലിയ അഭിഭാഷകർ വരുമ്പോൾ കോടതിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറുന്നു. വലിയ അഭിഭാഷകർ വരുമ്പോൾ കോടതിക്ക് മുകളിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. എന്നാൽ ചെറിയ അഭിഭാഷകർ പോകുമ്പോൾ ഈ സമ്മർദ്ദം ഉണ്ടാകുന്നില്ല. ടൈം കൂടുതൽ മേടിക്കാൻ, വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുപ്പിക്കാൻ ഒക്കെ അതിൻ്റെതായ ഒരു മാനിപ്പുലേറ്റീവ് സിസ്റ്റം ഉണ്ട്. ഹരീഷ് വാസ്തവൻ ഇപ്പോൾ രഞ്ജിനിയാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു തടസ്സവുമായി വന്നത്. രഞ്ജിനിയുടെ ഹർജി എടുത്ത് കോടതി ഒരു തീരുമാനം പറഞ്ഞ് മിനിറ്റുകൾക്കകം വാദിക്കാനെത്തിയ അഭിഭാഷകൻ എന്ന് പറയുന്നത് ആർക്കും സുഗമമായി വേഗം കിട്ടുന്ന ഒരാളല്ല ഈ റോദ്ഗി എന്ന് പറയുന്നയാൾ. അപ്പോൾ വേണ്ട സമയത്ത് വേണ്ടവരൊക്കെ ഇറങ്ങി വരാൻ ഇടയുണ്ട് എന്നാണോ കരുതേണ്ടത്? അതിന്റെ ആദ്യ സൂചനയാണോ ഈ രഞ്ജിനിയുടെ കാര്യത്തിൽ കണ്ടത്? വേണു, എനിക്ക് വ്യക്തിപരമായി അത് അറിയില്ല. അതായത് രഞ്ജിനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ കേസിന് വേണ്ടിയോ മുകുൾ റോത്തഗി അപ്പിയർ ചെയ്യുകയുണ്ടായോ എനിക്കറിയില്ല. അത് വേറെ ഏതോ കേസിന് വേണ്ടി അദ്ദേഹം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇനി ഞാൻ പറഞ്ഞതിൽ പിഴവാണെങ്കിൽ നമുക്കത് പരിശോധിക്കുകയും ചെയ്യാം. ശ്രീ KP നൗഷാദ് അലി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജി ചെറിയാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ SPIയുടെ മാഹാത്മ്യത്തെ പറ്റിയാണ്. SPIO ആണ് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത്, SPIO ആണ് ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത്, മന്ത്രി എന്ന നിലയിലോ സർക്കാർ എന്ന നിലയിലോ അതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ SPIയുടെ റിപ്പോർട്ടിൻ്റെ മാഹാത്മ്യം
അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അടക്കം പുറത്തു കൊണ്ടുവന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഇതാർക്കു വേണ്ടി നടത്തിയ അട്ടിമറി? ഈ SPIO മാത്രമായി തീരുമാനിച്ച് ഇനി കൂടുതൽ വിവരങ്ങൾ ഈ സ്വകാര്യതാ ലംഘനമാകും എന്ന ഒരു വിവേചന ബുദ്ധി പ്രവർത്തിച്ച് ചെയ്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് നിഗൂഢമാക്കേണ്ടതില്ല. ഇത് മാധ്യമങ്ങൾക്ക് കൈമാറുന്നതിന് തൊട്ട് മുമ്പ് ആ കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്ന അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടാവുന്നതേ ഉള്ളൂ. ഒരു പത്രക്കുറിപ്പിലൂടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അറിയിപ്പായി ബന്ധപ്പെട്ട ഈ അപേക്ഷകർക്ക് തന്നെ നൽകാവുന്നതാണ്. അങ്ങനെയല്ലാത്ത ഒളിച്ചുകളി ഈ SPIO മാത്രമായി നടത്തിയതാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെ ഇന്നത്തെ ദിവസം വന്ന പ്രധാനപ്പെട്ടൊരു വാർത്ത, നമ്മുടെ വിവരാവകാശ വകുപ്പ് സർക്കാരിനോട് നീക്കാൻ ആവശ്യപ്പെട്ടതിന് പുറമെ സർക്കാർ 49 മുതൽ 53 വരെയുള്ള പേജുകളിൽ നിന്നായിട്ട് 11 പാരഗ്രാഫുകൾ സ്വന്തം ഇച്ഛപ്രകാരം നീക്കം ചെയ്തു എന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ സർക്കാർ ആരുടെ ഒപ്പമാണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാവുകയാണ്. സർക്കാർ ഇവിടെ വേട്ടക്കാർക്കൊപ്പമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, മുമ്പ് അതിജീവിതക്കെതിരെ വലിയ കയ്യേറ്റം മുമ്പ് നടന്ന സമയത്ത് അമ്മയെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ചില സിനിമാ നടിമാർ പുറത്തു വന്നപ്പോൾ അമ്മയെ തളർത്താനും പിളർത്താനും ആർക്കും കഴിയില്ല, അമ്മയെ തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ സ്ത്രീ വിമോചനത്തിൻ്റെ ഭാഗമാണെന്ന് കരുതണ്ട എന്നൊക്കെ പറഞ്ഞ അന്നത്തെ സാംസ്കാരിക മന്ത്രിയും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവർ അതേ നയമാണ് ഇന്നും തിരുത്തുന്നത്. ഇന്നിപ്പോൾ പത്രസമ്മേളനത്തിൽ ചില ആളുകളൊക്കെ ഇത്ര ധീരമായിട്ട് ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നു, ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്നൊക്കെയുള്ള വാചാടോപങ്ങൾ ഇവർ ഉയർത്തുന്നത് കണ്ടു. ഇവരുടെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഭാഗങ്ങൾ ഒരിക്കലും പുറത്തുവിടില്ല. ആരൊക്കെയാണ് വേട്ടക്കാരെന്നത് ജനം തിരിച്ചറിയില്ല, അവർക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വേട്ടക്കാരൊക്കെ ആട്ടിൻതോലടിഞ്ഞ ചെന്നായെ പോലെ വന്നിരുന്ന് ഇവിടെ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചാരിത്ര പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്. ഇവരൊക്കെ എന്താണ്, ആരാണ് എന്ന് ഏതായാലും പൊതുബോധത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഈ അമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു പാവനമായ പദമാണ്. നമ്മളെങ്കിലും ഇനി ഇവരെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഈ സംഘടനയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുമ്പോൾ ആ പദം പ്രയോഗിക്കുന്നതിന് പകരം മുമ്പ് WCCക്കാരൊക്കെ ഉപയോഗിച്ചതുപോലെ അതിൻ്റെ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഏതായാലും ഇവരൊക്കെ ജാമ്പവാന്റെ പ്രായം എത്തിയാലും ഇങ്ങനെ ചായയൊക്കെ തേച്ച് ഇവരൊക്കെ അഭിനയിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. അത് അവരുടെ കഴിവും അല്ലെങ്കിൽ അവരുടെ മേഖലയാണ്. ഇവരൊക്കെ വന്നിരുന്ന നന്മ മരങ്ങൾ ചമയുന്നു, സുവിശേഷങ്ങൾ ഉണർത്തുന്നു, വലിയ ഉപദേശങ്ങളും ആഹ്വാനങ്ങളൊക്കെ നടത്തുന്നു. ഇവരുടെയൊക്കെ തനി നിറമാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇവിടെ അനാവൃതമായി. എന്റെ ചോദ്യം പക്ഷേ കാര്യമായി പ്രതികരിച്ചു കണ്ടില്ല. അതിനോട് ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഈ SPIO സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലേ, അപ്പോൾ ആ വ്യക്തി, ആ പദവി കൈകാര്യം ചെയ്യുന്നയാൾ ഏത് അധികാരം ഉപയോഗിച്ചാണ് ഇത്തരം ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ കൂടി പുറത്തുവിടേണ്ടതില്ല എന്ന്? അങ്ങനെ ഒരു സവിശേഷമായ അധികാരം, ഒരു പരമാധികാരം ആ ചുമതലയിലിരിക്കുന്ന ഒരാൾക്കുണ്ടോ? അയാളുടെ ബോധ്യത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് ഏത് നിമിഷവും തീരുമാനമെടുക്കാം, അത് ആരോടും പറയാൻ ബാധ്യതയില്ല. അങ്ങനൊരു സവിശേഷമായ അധികാരമാണോ ഈ SPIOയ്ക്ക് ഉള്ളത്? വാസ്തവത്തിൽ അങ്ങനെ ഒരു അധികാരവും ഇല്ല. ഉണ്ടായിരുന്ന അധികാരം ആദ്യം വിനിയോഗിച്ചു കഴിഞ്ഞു. അത് ഈ റിപ്പോർട്ടിൽ ഏതൊക്കെ ഭാഗമാണ് കൊടുക്കേണ്ടത് വേണ്ട എന്ന് പരിശോധിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കൊടുക്കേണ്ടാത്ത വിവരങ്ങൾ കൃത്യമായി ഇന്ന വിവരങ്ങളാണ് കൊടുക്കാത്തത്, അതിൻ്റെ കാരണം ഇന്നതാണെന്ന് രേഖപ്പെടുത്തി അത് നിഷേധിക്കുകയും ബാക്കിയുള്ള വിവരങ്ങൾ കൊടുക്കുകയും ചെയ്യണമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ജൂലൈ 18-ാം തീയതി നമ്മളെല്ലാം കാണുന്ന ആ ഉത്തരവ് വന്നത്. ആ ഉത്തരവിനകത്ത് പറയാത്ത അല്ലെങ്കിൽ ആ ഉത്തരവിൽ കൊടുക്കും എന്ന് ഉറപ്പിച്ച പാരഗ്രാഫുകളാണ് പിന്നീട് നീക്കം ചെയ്തത്. ഒരു ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ, ഒരാളുടെ അപേക്ഷയിന്മേൽ ഒരു ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉത്തരവ് പാസ്സാക്കാനുള്ള അധികാരം SPIOയ്ക്ക് ഇല്ല. അവർ ഫങ്ക്ടസ് ഒഫീഷ്യോ ആണ്. ഒരു അപ്ലിക്കേഷൻ കിട്ടി അതിലൊരു ഓർഡർ പാസ്സാക്കിയാൽ ആ ഓർഡർ പാസ്സാക്കുന്നതോടുകൂടി അവരുടെ അവകാശം. അങ്ങനെയെങ്കിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അല്ല, ഈ വിവരാവകാശ കമ്മീഷൻ പറയുന്നു സ്വകാര്യത മാനിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പുറത്തുവിടരുത്, എന്നിട്ട് സർക്കാരിനോടത് കൈമാറുമ്പോൾ സർക്കാരും അത് പരിശോധിച്ച് തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞാൽ ഈ SPIOയ്ക്കുള്ള അധികാരമാകുന്നില്ലേ അത്? അങ്ങനെയാണ് 18 ജൂലൈയിലെ ഉത്തരവ് വന്നത്. 18 ജൂലൈയിലെ ഉത്തരവ് വന്നത്
കമ്മീഷൻ്റെ ഉത്തരവിന് ശേഷം വന്നതാണ്. കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം, SPIOയ്ക്ക് പരിശോധിക്കാം, SPIO പരിശോധിച്ചിട്ട് ഏതൊക്കെ ഇതാണ് കൊടുക്കേണ്ടത് തീരുമാനിച്ച് കൊടുക്കാം. അതിന്മേലൊരു പുനഃപരിശോധന കമ്മീഷൻ നടത്തിയിട്ടില്ല. കമ്മീഷൻ ഇങ്ങനെ പറയുകയല്ല ചെയ്തത്, നിങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടുവരൂ, ഞാൻ നോക്കിയിട്ട് കൊടുക്കാം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നവ കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ മൈൻഡ് അപ്ലൈ ചെയ്ത് എടുത്തൊരു ഡിസിഷൻ ആണ് ജൂലൈ 18 ഉത്തരവായി പുറത്തിറങ്ങിയത്. എന്ന് പറയുമ്പോൾ വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ഈ പുറത്തു വരാതിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിൽ ആ കമ്മീഷൻ അപാകത കണ്ടിട്ടില്ല, അത് വ്യക്തമാണല്ലോ. വ്യക്തമാണെന്ന് മാത്രമല്ല, ഇനി ഈ ഇട്ട ഉത്തരവിനെതിരായിട്ടൊരു അപ്പീലാണ് സാധാരണ ആളുകൾ പോവുക. ആ ഇട്ട ഉത്തരവിൽ ആർക്കും പരാതി ഉണ്ടാവില്ല, കാരണം ആ ഇട്ട ഉത്തരവ് പ്രകാരം കിട്ടും. പക്ഷേ ഇനി ഞാൻ പറയുന്നു, ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കിയ സ്ഥിതിക്ക്, കൊടുക്കാമെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ പോലും പിന്നീട് കൊടുക്കാതെ പിടിച്ചു വെച്ച സ്ഥിതിക്ക്, ഇവർ ഈ മറച്ചു വെച്ച എല്ലാ പാരഗ്രാഫുകളും കമ്മീഷൻ ഒന്നുകൂടി പരിശോധിക്കണം. കമ്മീഷൻ എന്തുകൊണ്ടാണ് ഈ ഓരോ പാരഗ്രാഫും കൊടുക്കാത്തതെന്ന് അവരോട് ചോദിക്കണം. ആ ചോദ്യത്തിന് വിശദീകരണം തൃപ്തമല്ലെങ്കിൽ കമ്മീഷൻ തന്നെ അതിൽ തരാവുന്ന പാരഗ്രാഫുകൾ പുറത്തുവിടണം. അല്ലാത്തവ അവരുടെ റീസണിങ് കറക്റ്റ് ആണെങ്കിൽ അത് പിടിച്ചു വെക്കണം. ഈ പ്രോസസ്സ് കമ്മീഷൻ നടത്തിയാൽ മാത്രമേ ഇനി ഇതിനകത്തൊരു സുതാര്യമായ പ്രോസസ്സ് നടക്കുള്ളൂ. അല്ലാത്തടത്തോളം അവരെ അട്ടിമറിച്ചത് തന്നെയാണ്. കാരണം ഓർഡറിലൂടെ ചെയ്യുന്നത് നിയമപരമായ സംഗതിയും ഓർഡർ ഇട്ടതിന് ശേഷം അധികാരമില്ലാതെ ചെയ്യുന്നത് ഈ നിയമത്തിൻ്റെ അട്ടിമറിയുമാണ്. അവരിപ്പോൾ നടത്തിയിരിക്കുന്നത് അട്ടിമറിയാണ്. ഇനി അത് പരിശോധിക്കേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും. ഇനി വിവരം കൊടുത്താൽ മാത്രം പോരാ, ഈ തട്ടിപ്പ് നടത്തിയതിന് അവരെ ശിക്ഷിക്കുക കൂടി ചെയ്യണം. അതേപറ്റി ഒരു CPM നേതാവിന്റെ പ്രതികരണം വന്നത് പരമാവധി ശിക്ഷ, ഈ SPIOയ്ക്ക് ഇങ്ങനൊരു വീഴ്ചയുണ്ടായി എന്ന് വന്നാൽ തന്നെയും നിയമാനുസൃതമുള്ള പരമാവധി ശിക്ഷ ഫൈനാണ്, ദിവസം വെച്ചുകൊണ്ട് കണക്കാക്കിക്കൊണ്ടുള്ള ഫൈൻ എന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. 250 രൂപ വെച്ച് പെർ ഡേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിലും ഇത്രയേ ഉള്ളൂ. മിക്കവാറും ഏതെങ്കിലും ഒരു പ്രതി ഇതിനകത്ത് നിന്ന് പോക്കറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് പൈസ എടുത്ത് 25,000 രൂപ ഫൈൻ അടച്ചിട്ട് ഇനി നിങ്ങളിത് കൊടുക്കണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിപ്ലവമൊക്കെ ഇപ്പോൾ നടക്കുന്നത് സാങ്കേതിക വാദങ്ങളിലാണ്. നമ്മുടെ രാജ്യത്തെ നിയമം ഇങ്ങനെയൊക്കെയാണ് ദൗർഭാഗ്യവശാൽ. അതുകൊണ്ട് തന്നെ വിവരം കൊടുക്കാതിരുന്നാൽ കിട്ടുന്ന മെച്ചം 25,000 രൂപയിൽ കൂടുതലാണെങ്കിൽ വിവരം കൊടുക്കാതിരിക്കലാണ് നല്ലത് എന്ന് SPIOയെ അഡ്വൈസ് ചെയ്യുകയും വേണമെങ്കിൽ ആ പണം പോക്കറ്റിൽ നിന്ന് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഒന്നും മറച്ചു വെക്കാനില്ല, പൂഴ്ത്തി വെച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി മുതൽ ഈ മന്ത്രിമാരുടെ പട തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇനി പൊതുജനം മുഖവിലേക്ക് എടുക്കുന്ന എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ SPIOയെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു വലിയ അട്ടിമറി, അതും നിയമവിരുദ്ധമായ ഒരു അട്ടിമറി, എല്ലാ കാര്യങ്ങളും കൊടുക്കുമ്പോഴും ഈ പറയുന്ന വെട്ടി മാറ്റലുകൾ ഉണ്ടായി, ആ കാര്യം പുറം ലോകം അറിയാത്ത രൂപത്തിൽ അത് ചെയ്തിരിക്കുന്നുവെങ്കിൽ പിന്നെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പൂഴ്ത്തി വെച്ചിട്ടില്ല, ഒളിക്കാനില്ല എന്നിനി ഈ പറയുന്ന കേരള സമൂഹത്തോട് നോക്കി നിന്നുകൊണ്ട് പറയാനുള്ള ഒരു ത്രാണി ഉണ്ടാകുമോ, ആർജവം ഉണ്ടാകുമോ? വേണു, ഇതിനകത്ത് കുറ്റപ്പെടുത്തലായി തോന്നരുത്. ഇത്തരം വിഷയങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത വളരെ കുറവാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടും നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ ഈ അട്ടിമറി പോകാതെ പോയത്, നിങ്ങളെല്ലാം വളരെ മറ്റു കാര്യങ്ങളിലെല്ലാം വാർത്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ആരും ഇത് ശ്രദ്ധിക്കില്ല, ഇത്തരം ഒരു ജാഗ്രത നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് സ്റ്റേറ്റിന് നന്നായിട്ട് അറിയാം. WCCയുടെ ജാഗ്രത അവസാനിക്കുമ്പോൾ ഈ റിപ്പോർട്ടിന്മേലുള്ള ജാഗ്രതയും നടപടികളും അവസാനിക്കും. അല്ലെങ്കിൽ കുറവ് വന്നാൽ, മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശ്രദ്ധ കുറവ് വന്നാൽ, അവിടെ ഇപ്പോൾ ഹരീഷ് വാസുദേവനെ പോലെ ഒരാൾ വന്നില്ലേ, അതൊരു വലിയ സാധ്യതയാണല്ലോ, അതൊരു പരിമിതിയായി കാണേണ്ടതില്ല. അല്ല, ഞാൻ പറയുന്നത് അത്തരം സാധ്യതകൾ കേരളത്തിൽ എടുക്കാൻ പറ്റുന്ന പ്രിവിലേജ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണുള്ളത്. അവർ പോലും ഇപ്പം ഞാൻ നാളെ വ്യക്തിപരമായ ഒരു അറ്റാക്ക് നേരിടേണ്ടി വന്നാലോ, തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ പുറകെ പോകും. അങ്ങനെയല്ലേ? ഞാനൊരു കേസിൽപ്പെട്ടാൽ ഞാൻ അതിൻ്റെ പുറകെ പോകും എന്ന് പറയുന്നത് പോലെ സ്റ്റേറ്റും ഈ പവർ സ്ട്രക്ചറും നിരന്തരമായി ഈ നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നത് വഴി ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താലും, ഈ ടൈം കഴിഞ്ഞ് വന്നിട്ട് അന്വേഷിച്ചിട്ട് പോലീസിന് തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവരെന്താ പറയാൻ പോകുന്നത്? നോക്കൂ, ഇത്രയും കാലം പോലീസ് ഞങ്ങളെ വേട്ടയാടി, ഈ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ തെളിവ് നശിപ്പിക്കപ്പെടുന്നത് വരെ, അവസാനത്തെ തെളിവ് നശിപ്പിക്കപ്പെടുന്നത് വരെ, ഒരു മന്ത്രി തന്നെ പറഞ്ഞില്ലേ പരാതിയില്ലാതെ FIR എടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന്. അത് ആ മന്ത്രിക്ക് അത് സത്യസന്ധമായിട്ട് പറഞ്ഞു പോയതാണ്.
അപ്പം സാങ്കേതികവാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ ഇത്രയേറെ പൂഴ്ത്തിവെക്കുകയും ഇത്രയേറെ അട്ടിമറിക്കുകയും ചെയ്തൊരു ഭരണ സംവിധാനം, അതിപ്പോൾ ഈ സർക്കാർ എന്നല്ല പ്രതിപക്ഷം ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കിയില്ലല്ലോ ഈ സർക്കാരിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ഇത് രണ്ടും ഒരേ നുഖത്തിൽ കെട്ടാവുന്ന ആളുകളാണ് എന്നാണ് ശരി, എനിക്കറിയാം അങ്ങേക്ക് ഇറങ്ങണമെന്നെങ്കിലും ഒരു ഇത്തിരി നേരം കൂടി കഴിയുമെങ്കിൽ നോക്കുക. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാട്ടി SPIOയുടെ മുഖം പുറത്തു വെച്ചുകൊണ്ട് നടന്നിരിക്കുന്ന അണിയറയിലെ വലിയ അട്ടിമറി, തെളിവ് നശിപ്പിക്കൽ, അത് തന്നെയാണ് ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ആരാണ്? വേണു, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുന്നതിന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. മറ്റൊരു സിനിമാ മേഖലയിലും ഒരു സംസ്ഥാനത്തും അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സിനിമയെ സംബന്ധിച്ച് ഒരു നയം രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. അതിനായി ഒരു കോൺക്ലേവ് രൂപീകരിക്കാനും സിനിമയെ സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ആരായാൻ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സംവദിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണെന്നേ. ഇതിനെയൊക്കെ തുരങ്കം വെക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുവ്യക്തമായ വിധികളുണ്ട്. അതിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനപ്പുറം ആ സ്വകാര്യതകൾ കൂടി സംരക്ഷിക്കപ്പെടണം എന്ന് ഹൈക്കോടതി അടക്കം വിവരാവകാശ കമ്മീഷൻ. ഇതെല്ലാം ശരിയായിരിക്കുമ്പോഴും ഈ SPIO പുറത്തുവിട്ട കാര്യങ്ങളുണ്ട്, ഇന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കുക എന്ന്. അതിനുശേഷം ബന്ധപ്പെട്ട അപേക്ഷകർക്ക് അത് നൽകിയപ്പോൾ ആ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് കടന്നുകൊണ്ടുള്ള ഒഴിവാക്കലുകൾ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിശദീകരണവും ആ സംവിധാനങ്ങൾ ആരും തരാതെ പോവുകയും ചെയ്തു. അതെന്തുകൊണ്ട്? അങ്ങനെയല്ല. ആ വിശദീകരണം നമ്മളിപ്പോൾ വിവരാവകാശമുള്ള ഒരു ജനതയെന്ന നിലയിൽ ആ വിശദീകരണം നമുക്ക് 30 ദിവസത്തിനകം കിട്ടാനുള്ള ബാധ്യതയുണ്ട്. അത് ലഭിക്കുക തന്നെ ഈ ഒരു അല്ല, അത് കിട്ടാനുള്ള നമ്മുടെ അവകാശം. എന്താണോ പ്രഖ്യാപിച്ചത് അത് നിർവഹിക്കാതിരുന്ന ആ ഉദ്യോഗസ്ഥ സംവിധാനവുമായി ബന്ധപ്പെട്ട താങ്കളുടെ പ്രതികരണം എന്താണ്? അതല്ല, അതിലൊരു സ്വകാര്യതയുടെ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആ കാര്യം എന്തുകൊണ്ടൊരു വിശദീകരണമായി കൊടുത്തില്ല? ഇതിന്റെ പകർപ്പ് കൊടുക്കുന്നതിനൊപ്പം ആ വിശദീകരണവും കൊടുക്കാമല്ലോ. നിങ്ങളോട് പറഞ്ഞ പ്രകാരമല്ല, ഇന്ന ഭാഗങ്ങൾ കൂടി പുതുതായി ഒഴിവാക്കിയിട്ടുണ്ട്, അതെന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, അത്തരമൊരു ചോദ്യമില്ലാത്രത്തോളം കാലം SPIOക്ക് അത്തരമൊരു ഉത്തരവ് പറയുകയോ അത്തരമൊരു വിശദീകരണം ബാധ്യതയില്ല. അല്ലല്ല, SPIO തന്നെ കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇന്ന ഭാഗങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. അതിൽ കവിഞ്ഞുള്ള ഭാഗങ്ങൾ ഇല്ലാതാകുന്നതിന്റെ വിശദീകരണം ആര് നൽകേണ്ടതാണ്? അതിനുശേഷം കടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുറെ കൂടി ജാഗ്രതയോടുകൂടി SPIO അങ്ങനെ ഒരു തീരുമാനം. ആ തീരുമാനം എന്ത് ജാഗ്രത വേണമെങ്കിലും കാണിച്ചോട്ടെ. അത് അല്ലല്ല, ഇതൊന്നും വ്യക്തിപരമായ ജാഗ്രതയും വ്യക്തിപരമായ തീരുമാനമെടുത്ത വിഷയങ്ങളുമല്ലല്ലോ. ഇതൊരു ഉത്തരവാദപ്പെട്ട സംവിധാനത്തിലൂടെയല്ലേ പോകുന്നത്. ഈ വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തോന്നുന്നതല്ല. ആ വ്യക്തി പ്രതിദാനം ചെയ്യുന്ന സംവിധാനത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് അത് നിയമാനുസൃതം നിർവഹിക്കേണ്ട അധിക ബാധ്യതയാണ്, അധിക ഉത്തരവാദിത്തമാണ്. അതിനാണ് ജാഗ്രത എന്ന വാക്കിന്റെ മഹിമയും. അത് കാണിച്ചോ ഇല്ലയോ? അല്ല, അത് വേണു പറഞ്ഞതിനാണ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അദ്ദേഹം അതിജാഗ്രത കാണിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ. ഏതൊക്കെയോ വ്യക്തികളുടെ സ്വകാര്യത എന്റെ ചോദ്യം അങ്ങേക്ക് മനസ്സിലാകാത്തതല്ലോ. അതിജാഗ്രത കാണിച്ചാൽ ജാഗ്രതയോടെ ആ കാര്യങ്ങൾ പുറത്ത് വിശദീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് ആ വ്യക്തിയുടെ മാത്രം ജാഗ്രതയാകുന്നത്. വ്യക്തിയുടെ ജാഗ്രത എന്നല്ല ഇനി അതിനെ വിശേഷിപ്പിക്കേണ്ടത്, വ്യക്തിയുടെ മാത്രം ദുഷിച്ച താല്പര്യമാകുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ BN ഹസ്കർ, അങ്ങേപോലെ തന്നെ നിയമ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ദഹിക്കുന്നുണ്ടോ ഹസ്കർ പറയുന്ന കാര്യങ്ങൾ? അല്ലാതെ എനിക്ക് ദഹിക്കുന്നില്ല. ഒരു കാര്യമുണ്ട് വേണു, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി വാശി പിടിച്ചാൽ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് താൽക്കാലികമായൊരു പരിഹാരം ഉണ്ടാക്കും. WCC അല്ല, നമ്മുടെ AMMAയിൽ അവശേഷിക്കുന്ന കുറേ പാവം സ്ത്രീജനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചു അവിടെ പോകാൻ വിധിക്കപ്പെട്ടവർ. ഈ അത്തരം ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ ആ സ്ത്രീയെയും കാണുന്നത്. അവർ ഈ ഭരണകൂടത്തിൻ്റെ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഒരുപക്ഷെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവാൻ സാധ്യതയുണ്ട്. അവർ മറ്റൊരു ഇരയാണ് ഈ സിസ്റ്റത്തിൻ്റെ. ശരി, നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചതിന്. ശ്രീ KP നൗഷാദ് അലി, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം പ്രതിപക്ഷത്തെ പറ്റി പറയുകയുണ്ടായി, അതിലുള്ള അങ്ങയുടെ മറുപടി.
തീർച്ചയായിട്ടും പ്രതിപക്ഷം ഈ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് ഈ നിമിഷം വരെ മുന്നോട്ട് നീങ്ങുന്നത്. പ്രതിപക്ഷത്തിന്റെ ജാഗ്രതയിലും പൊതുബോധത്തിന്റെ നിശിതവും കണിശവുമായ ഇടപെടലിലുമാണ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നീതി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നെ ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചതൊക്കെ ഈ ഗവൺമെന്റിന്റെ നേട്ടമാണ്, ഇന്ത്യയിൽ എവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എവിടെയും നടുറോട്ടിൽ പരസ്യമായിട്ട് വളരെ പ്രമുഖയായ ഒരു നടി ലൈംഗിക അതിക്രമത്തിന് വിധേയമായിട്ടില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലാണ് സംഭവിച്ചത്. അതിനെ തുടർന്നുണ്ടായ വലിയ സമ്മർദ്ദങ്ങളുടെയും WCC എന്ന വനിതാ അഭിനേതാക്കളുടെ കൂട്ടായ്മയുടെ നിരന്തരമായ പ്രേരണ, നിർബന്ധം, അപേക്ഷയൊക്കെ മുൻനിർത്തിയാണ് ഈ ഒരു കമ്മിറ്റി ഉണ്ടായത്. അല്ലാതെ ഏതെങ്കിലും നന്മ ഉദ്ദേശിച്ചുണ്ടായ സതുദ്ദേശപരമായ ദീർഘവീക്ഷണമല്ല ഈ കമ്മിറ്റി. ശ്രീ നൗഷാദ് അലി, അങ്ങനെ ഒരു സംഭവം കേരളത്തിന് പുറത്ത് ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് പറയുന്നു. അങ്ങനെ ഒരു സംഭവം കേരളത്തിന് പുറത്തൊന്നും ഉണ്ടാകാതെ കേരളത്തിൽ ഉണ്ടായി. അതുകൊണ്ട് ഈ സർക്കാർ നടപടിയെടുത്തു എന്ന് വെച്ചാൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നടപടിയെടുത്തു എന്ന മഹിമയും അവർ അർഹിക്കുന്നില്ല. കാരണം അന്ന് ഈ PT ഇടപെട്ടുകൊണ്ട് അത് കൃത്യമായി ഒരു പരാതിയാക്കി പോലീസിനെ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് നടപടി ഉണ്ടായത്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ നിലപാട് അതല്ലേ, പരാതിയുമായി ചെല്ലണമെന്നാണല്ലോ പറയുന്നത്. അതെ, ഈ മുഖ്യമന്ത്രി അങ്ങനെയല്ലാതെ എങ്ങനെ പറയാൻ? അവരുടെ മന്ത്രിസഭയിലെ മന്ത്രിയും MLA-യും ഇപ്പോൾ ഇതാ ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഒക്കെ അടങ്ങുന്ന വില്ലാളി വീരന്മാരുടെ പേരുകളൊക്കെയാണ് ഈ കമ്മിറ്റിയിലും റിപ്പോർട്ടിലൊക്കെ. ഞാൻ പറഞ്ഞത് അതല്ല. അന്ന് ഈ നടപടികളൊക്കെ ഉണ്ടായത് പോലും പരാതി കൊടുത്തു എന്ന സാഹചര്യം കൊണ്ടാണ്. അതിന്റെയും മഹത്വം ആ സർക്കാർ സ്വന്തമാക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല അതിൽ PT റോൾ പ്രധാനവുമായിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ടും സമയം വളരെ കുറവായതുകൊണ്ടുമാണ് ഞാൻ പെട്ടെന്ന് അടുത്ത കാര്യത്തിലേക്ക് പോയത്. ഈ ഒരു കാര്യത്തിലും ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളത് അവരുടെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ്. 4 കൊല്ലമായിട്ട് ഈ റിപ്പോർട്ടിന് മേൽ അടയിരുന്നിട്ട് ഇപ്പൊ വെട്ടിക്കീറിയ റിപ്പോർട്ട് വീണ്ടും വെട്ടിക്കീറി പുറത്തിറക്കിയെന്ന ആ കാപട്യവും വെളിവായിട്ട് ഇനി നിയമ നടപടി സ്വീകരിക്കാൻ ഇനി വന്ന ആളുകളൊക്കെ മൊഴി കൊടുത്തവരൊക്കെ വീണ്ടും പരാതി നൽകണമെന്നൊക്കെ പറയുകയാണ്. ഈ AMMA ഭാരവാഹികളൊക്കെ ഇത്തരത്തിലൊക്കെ ധീരമായ പ്രസ്താവനകളൊക്കെ നടത്തുന്ന സാഹചര്യം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രി, MLA-യും അക്കാദമി ചെയർമാനും ഒക്കെ അടങ്ങുന്ന ആളുകളൊക്കെയാണ് ഈ കേരളം ഭരിക്കുന്നത്. അവരൊക്കെയാണ് ഈ പറഞ്ഞ 15-അംഗ സമിതിയിലെ അല്ലെങ്കിൽ മാഫിയ കമ്മിറ്റിയുടെ ഒക്കെ തലവന്മാർ. 16-മതായിട്ട് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റും അതിലേക്ക് വന്നിരിക്കുകയാണ്. ഹേമ കമ്മിറ്റിക്ക് ശേഷമുള്ള ഏക ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ 15-അംഗ മാഫിയ സമിതി ഇപ്പൊ 16 അംഗങ്ങളായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരും അതിൽ കക്ഷി ചേർന്നിരിക്കുന്നു. ഏതായാലും പൊതുബോധം വളരെ കണിശമായിട്ട് ഇതിനെ നിരീക്ഷിക്കുകയും ഇതിനെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ശക്തമായ ഒരു വിമർശനമാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ സാഹചര്യം, ഈ പവർ ഗ്രൂപ്പിൽ 16-മതായി ഇടതുപക്ഷ സർക്കാർ ഉണ്ട് എന്നാണ് ശ്രീ നൗഷാദ് അലി പറയുന്നത്. അല്ല വേണു, സർക്കാരിന് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജസ്റ്റിസ് ഹേമ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നൊരു കത്ത് നൽകി. ആദ്യം വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തുവിടരുതെന്ന് പറഞ്ഞു. പുറത്തുവിടാൻ പറഞ്ഞപ്പോൾ അത് കൃത്യമായി പുറത്തുവിടുന്നതിനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പിലാണ് കേസ് നിലനിൽക്കുന്നത്. ആ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ കഴിയും. നമുക്ക് നിയമം അറിയാവുന്ന ആളുകളില്ലേ, പരാതിക്കാരില്ലാതെ എങ്ങനെയാണ് ലഭിച്ച പരാതി, അതായത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കേസെടുക്കാനാമോ? നിയമത്തിൽ തന്നെ തെളിവ് നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അത് തെളിവായി അംഗീകരിക്കാനാവില്ല. ഇപ്പൊ നിലവിൽ എന്തുകൊണ്ടാണ് ഈ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തുടർച്ചയായി സർക്കാരിന്റെ AGയോട് ചോദിച്ചുകൊണ്ടേയിരുന്നത് പരാതിക്കാരില്ല എങ്കിലും ഈ കാര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ലേ എന്ന്? അല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ ആഗ്രഹമാണെന്നേ. കാര്യം സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഈ സംസ്ഥാന അല്ലല്ല, എന്റെ ചോദ്യം കോടതി ചോദിച്ചുകൊണ്ടിരുന്നു സർക്കാരിനോട്. സർക്കാർ മുടങ്ങുകയായിരുന്നു. പോക്സോ മാത്രമാണ് അങ്ങനെ എടുക്കാൻ കഴിയുക എന്നാണ് ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ട്. അല്ല, നിയമം അറിയുന്ന ആർക്കും അങ്ങനെയല്ലേ പറയാൻ കഴിയും. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് നിയമം അറിയില്ലേ? ചെയ്യാൻ കഴിയുള്ളൂ. പരാതി ലഭിച്ചാൽ നിശ്ചയമായി എടുക്കാം. പരാതി അല്ല, അത് ചീഫ് ജസ്റ്റിസിന് നിയമം അറിയാത്തോണ്ടല്ലോ. ഈ ലഭിച്ച വിവരം ഒരു കമ്മിറ്റി മുമ്പാകെ കൊടുത്തിട്ടുള്ള കേട്ടുകേൾവി മാത്രമാണ്. ഇപ്പോൾ കേട്ടുകേൾവി ഹിയർസേ ഈസ് ഇൻഅഡ്മിസിബിൾ ഇൻ ലോ. അത് ഏറ്റവും നിയമത്തിന്റെ പ്രാഥമിക പാടാണ്. അപ്പൊ അക്കാര്യത്തിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്താൽ ആ കേസ് കൊണ്ട് മുന്നോട്ട് പോകാനാവോ?
പരാതിക്കാർ മുന്നോട്ട് വന്നാൽ നിശ്ചയമായി കേസെടുക്കാനാവും. കേസ് എടുക്കണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, എന്തായാലും അമ്മയുടെയും പ്രതികരണം വന്നിരിക്കുകയാണ്. അമ്മയും പറയുന്നത് സർക്കാരിന്റെ അതേ ഭാഷ്യം തന്നെയാണ്, കോടതി തീരുമാനം എടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് കോടതിയുടെ തീരുമാനത്തിന് തന്നെ കാത്തിരിക്കാം. പക്ഷെ അതിനു മുമ്പ് സർക്കാർ ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ SPIOയെ കൊണ്ട് ഏറ്റവും ഒടുവിൽ ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ അവസാന മണിക്കൂറിൽ നടത്തിയ അട്ടിമറിയും കടുംവെട്ടും അതിന്റെ കാര്യം മുഖ്യമന്ത്രി അടക്കം വിശദീകരിക്കാൻ ഇനി നിർബന്ധിക്കപ്പെടുകയും ചെയ്യും. വളരെയധികം നന്ദി ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്.